ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ൽ സീറ്റ് ധാരണയായി. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട കൂടി കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാകില്ല എന്ന് CPM അറിയിച്ചു. CPM 15 സീറ്റിലും CPI 4 സീറ്റിലും മത്സരിക്കും. 10-ന് നടക്കുന്ന LDF യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. സേഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഗുഡ് മോർണിംഗ്. ഏതായാലും LDF-ൽ സീറ്റ് ധാരണയായിരിക്കുകയാണ്. എങ്ങനെ കേരള കോൺഗ്രസ് എമ്മിന് 2 സീറ്റ് കൊടുക്കുമോ? ഏത് രീതിയിലാണ് സീറ്റ് ധാരണയിൽ എത്തിയിരിക്കുന്നത്? അമൃത, ഗുഡ് മോർണിംഗ്. 20 ലോക്സഭാ സീറ്റാണ് കേരളത്തിൽ ഉള്ളത്. 20 ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM 16 സീറ്റിലും CPI 4 സീറ്റിലുമാണ് മത്സരിച്ച് വന്നിരുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായി വന്നിരുന്നു. അവർ കോട്ടയത്ത് UDF-ലായിരുന്നപ്പോൾ തന്നെ കോട്ടയം സീറ്റിൽ അവരാണ് മത്സരിച്ച് വന്നത്. അവർക്ക് ആ സീറ്റ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. ആരാണ് സ്ഥാനാർത്ഥി എന്നതൊക്കെ സംബന്ധിച്ച് ആ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. 3 പാർട്ടികളായിരിക്കും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുക. CPM 15 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, CPI 4 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് CPI 4 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആ 4 സീറ്റിൽ CPI മത്സരിക്കുന്നുണ്ട്. ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമതൊരു സീറ്റ് കൂടി വേണം എന്ന അവകാശവാദം അവർ മുന്നോട്ട് വെച്ചു. കേരള കോൺഗ്രസ് എം ആണ് അവകാശവാദം മുന്നോട്ട് വെച്ചത്. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് കൂടി തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ CPM നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ 2 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ കഴിയില്ല എന്ന നിലപാട് ഔദ്യോഗികമായി തന്നെ CPM നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിനെ അറിയിച്ചിട്ടുണ്ട്. CPM നേതൃത്വത്തിന് ഒരു കടുംപിടുത്തത്തിനോ മറ്റേതെങ്കിലും തരത്തിൽ തർക്കത്തിനോ കേരള കോൺഗ്രസ് എം നിന്നിട്ടില്ല. ആ തീരുമാനം അംഗീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വേണ്ടത്. 10-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. 10-11 തീയതികളിൽ CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ചേരുന്നുണ്ട്. 11-12 തീയതികളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ യോഗം തീരുമാനിച്ചില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഫെബ്രുവരി പകുതിയോടുകൂടി അല്ലെങ്കിൽ 20-ന് മുമ്പ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടാകും. CPM-ന്റെ CPI-യുടെ നേതൃയോഗങ്ങൾ ചർച്ച ചെയ്തൊരു പ്രാഥമിക ധാരണയിലെത്തി. ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം തേടിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം വീണ്ടും ഈ വിഷയം പരിഗണിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വേഗത്തിൽ തന്നെ കടക്കും. ഫെബ്രുവരി 20-ാം തീയതിയോടുകൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്ന വിലയിരുത്തൽ ഈ 2 പാർട്ടികൾക്കും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താം എന്ന ധാരണയിലേക്ക് എത്തിച്ചേരുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് അവർ കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സീറ്റ് വിഭജനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്. അങ്ങനെ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് ഇടതുമുന്നണി നേതൃത്വം എത്തിച്ചേരുന്നുണ്ട്. അമൃത.